ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പപ്പാളങ്ങ പുളിശ്ശേരി വയ്ക്കാം. അതായത് നോക്കൂ, അരി കലത്തിൽ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അരി കലത്തിൽ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരു പപ്പാളങ്ങ പുളിശ്ശേരി നോക്കൂ. അത്യാവശ്യം ചനച്ച പപ്പാളങ്ങ, എന്നാൽ ഒരുപാട് പഴുത്തിട്ടുമില്ല. അത് ചെറിയ കഷ്ണങ്ങളായി പപ്പാളങ്ങ ചനച്ചത് പഴുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് ഒരുപാട് പഴുത്ത അത്ര കൊള്ളില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഒരല്പം തൈരും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 പച്ചമുളകും കൂടെ ഒഴിച്ചിട്ട് കിടന്ന് തിളച്ച് വേകുകയാണ് കേട്ടോ. കുക്കറിലിട്ട് ഒരു സ്റ്റീം വന്നതാണ്. ഇനി അതൊന്നുകൂടെ ഒന്ന് തിളച്ചാൽ മതി. അതിലേക്കിനി നമ്മൾ നോക്കൂ, തേങ്ങയും ജീരകവും ഒരു 1/4 സ്പൂണ് മുളക് പൊടി എല്ലാം കൂടെ അരച്ചതാണ് കേട്ടോ. അതിനെ ഇനി നമ്മൾ അരച്ച് അതിലേക്ക് ഇനിയും ചേർക്കുകയാണ്. അത് ചേർക്കുകയാണ്. ഇനി നമുക്ക് മോര് ഉടച്ച് വെച്ചിട്ടുണ്ട്. ആ മോര് നമുക്ക് ഒഴിക്കാം. മോര് നമുക്ക് ഇതിലേക്ക് ബാക്കി അരവിലോട്ടും കൂടെ ഈ മോരിനെ കലക്കി വെച്ചിരിക്കുന്ന മോരിനെ ഒഴിക്കാം. ഇതാ കലക്കി വെച്ചിരിക്കുന്ന മോരിനെ ഒഴിച്ചു. ഇനി ഇതിനെ നമ്മൾ നോക്കൂ, നല്ല പപ്പാളങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ. പപ്പാളങ്ങ നല്ല മോരുകറി എന്ന് പറഞ്ഞാൽ മതി. നോക്കട്ടെ, ഉപ്പൊക്കെ ഞാൻ നോക്കട്ടെ. എല്ലാം പാകമാണ്, എല്ലാം പാകമാണ്. തുള്ളി വെള്ളം കൂടെ വേണേ ഒഴിക്കാം. ഇവിടുത്തെ കാരണവർക്ക് നല്ല ഗ്രേവി വേണം എല്ലാത്തിനും. അതുകൊണ്ടാണ് ഇത് പുളിശ്ശേരി അല്ല, ഇത് പപ്പാളങ്ങ മോരുകറി. ഇതിലേക്ക് ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഇതിനെ നമ്മൾ അരി അവിടെ കിടന്ന് തിളച്ച് മറിയുകയാണ് കേട്ടോ. മട്ടേരി കിടന്ന് തിളച്ച് മറിയും. നിങ്ങളോട് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും കുറച്ച് സാധനങ്ങളെങ്കിലും നിങ്ങൾ ചോറെങ്കിലും കുറഞ്ഞ പക്ഷം മൺകലത്തിൽ വെക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിതിന് നമ്മുടെ രജനി വന്നു കേട്ടോ. രജനി, ഒരു ചീനിച്ചട്ടി ഇങ്ങനത്തെ കുട്ടിയെ ഈ മോരുകറി ഒന്ന് കടുവ് താളിക്കട്ടെ. രജനി വന്നാലേ എനിക്ക് ജീവൻ വെക്കുകയുള്ളൂ. അരി അടുപ്പത്ത് കിടന്ന് മൺകാലത്തിൽ കിടന്ന് വേകുന്നു. പപ്പാളങ്ങ മോരുകറി അടുപ്പത്തിരിക്കും. ഇത്തിരി ഉപ്പൂടിടാം അല്ലേ. ഇനി ഇതിനെ ഒന്ന് കടുവ് വറക്കണം. അതായത് രജനി ഇതൊന്ന് കടുവ് വറക്കുന്നതിന്, അതായത് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളകും ഉലുവായും കടുകും കറിവേപ്പിലയും കൂട്ട് വറക്കുക. അത് നമ്മുടെ രജനിയെ ഏൽപ്പിക്കാൻ കുറേ നേരം ഇവിടെ നിൽക്കുന്നു കേട്ടോ. അരി തിളച്ച് തോന്നുക, ഒന്ന് എടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഇനി രജനി കടുവ് താളിക്കട്ടെ. എല്ലാം കൂടെ ഞാൻ രാവിലെ കയറിയതാണ് കേട്ടോ. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയുമായിരുന്നു. പിന്നെ ഇന്നലത്തെ കുറച്ച് വെണ്ടയ്ക്കാപ്പുളി ഉണ്ടായിരുന്നു. അത് നമ്മുടെ കാർന്നൂരി മാഷ് കഴിക്കുകയല്ല, ഞാൻ കൂട്ടി. ഇനി എനിക്ക് രജനി ഇത്തിരി കോറയോ വല്ലതും കഞ്ഞിയാക്കി തിളപ്പിച്ച് തരും. ഇനിയാണ് ഞാൻ ഉഷാറാകുന്നതും. ഇനി അവളുമായിട്ട് കുറേ നേരം ഇവിടെ ഒരു അടിപിടിയൊക്കെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഞാനാണ് കേട്ടോ മെയിൻ കഥാപാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോൾ പപ്പാളങ്ങ അത്യാവശ്യം ചനച്ച പപ്പാളങ്ങ, പഴുത്തതല്ല ചനച്ചത്. അതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ഇട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒരല്പം തൈര് ഒഴിച്ചാണ് വെച്ചത് കേട്ടോ. ആ തൈര് ഒഴിച്ച് കുക്കറിൽ അടച്ച് ഒരു സ്റ്റീമേ വന്നുള്ളൂ. ഒരു സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളതിന് വാങ്ങി വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അതിനെ നമ്മൾ
പിന്നെ ഉടച്ച നാളികേരവും ജീരകവും കൂടെ മോരിനകത്ത് അരച്ച് കലക്കി കുറച്ച് ഉടച്ച മോരും കൂടെ അതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കാണ് നമ്മുടെ രജനി എത്തിയത്. അപ്പോൾ അവളെ ഞാൻ കടുക് താളിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ കടുക് താളിച്ച് കഴിഞ്ഞു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ വറ്റൽമുളകും ഉലുവയും കടുകും ഇട്ട് കറിവേപ്പിലയും ഇട്ട് കടുക് താളിച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രുചികരമായ പുളിശ്ശേരി റെഡി. എല്ലാവരും ഇത് വെച്ച് നോക്കണം. അരി എളുപ്പത്തിൽ ഒന്ന് വേകുന്നു, ജീരകവെള്ളം തിളപ്പിച്ചിരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ രജനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് മൈക്ക് രജനിക്ക് കൊടുത്തിട്ട് ഞാൻ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇന്നലെയൊക്കെ കാലിൽ ഒത്തിരി ദിവസമായില്ലേ ഞാൻ നിങ്ങളോട് അസുഖവിവരം പറഞ്ഞിട്ട്. ഇന്നലെയൊക്കെ എൻ്റെ കാലിലൊരു ചെറിയ നീരുണ്ടായിരുന്നു. അത് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പപ്പാളങ്ങ പുളിശ്ശേരി എന്ന് തന്നെ പറയാം. പപ്പാളങ്ങ പുളിശ്ശേരി, ചെനച്ച പപ്പാളങ്ങ കൊണ്ടൊരു പുളിശ്ശേരി വെക്കാൻ ശ്രമിക്കണം. മൺകലത്തിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും മൺകലത്തിൽ വെക്കാൻ ശ്രമിക്കണം. നമ്മൾ പഴമയിലേക്കൊന്ന് തിരിച്ചു പോകണം. കഴിയുന്നിടത്തോളം കാര്യങ്ങളെങ്കിലും നമ്മൾ മൺകലത്തിൽ വെക്കാൻ നോക്കണം. ഞാൻ ഇനി നാളെ അടുപ്പിൽ, പഴയ ഒരു അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിൽ തീ കത്തിച്ച് മൺകലത്തിൽ ചോറ് വയ്ക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഭക്ഷ്യസംസ്കാരം ഉണ്ടാക്കിയെടുത്താൽ അടുത്ത തലമുറയെ നമുക്ക് കുറച്ചൊക്കെ വിഷമയം അല്ലാത്ത രീതിയിൽ അവരെ വളർത്തിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ നിങ്ങളിതിൽ ശ്രദ്ധിക്കൂ. എളുപ്പപ്പണിക്ക് പോന്നു. മൺപാത്രം എളുപ്പമാണ്, ചൂടാകാനേ ഉള്ളൂ താമസം. അത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാകും. ഇതിലൊക്കെ എളുപ്പമാണ്. ഈ സ്റ്റീൽ പാത്രവും അലുമിനിയം പാത്രവും വളരെയധികം വിഷമയമാണെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും കൂടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നു അത് ഒഴിവാക്കുക. കുക്കറിലെ ചോറ് വെപ്പെങ്കിലും നമ്മൾ മാറ്റുക. ഇത് കിടന്ന് ഉരുകി സ്റ്റീൽ ഉരുകല്ലേ. അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ ഈ പപ്പാളങ്ങ പുളിശ്ശേരി ഒന്ന് വെച്ച് നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ പറ്റിയെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.